ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് തപസ്കാരത്തിലെ 3-ാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച, ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 14 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ഒരു പിശാചിബാധനെ ഈശോ സുഖപ്പെടുത്തുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത്. പിശാചിബാധ ഒഴിപ്പിക്കുകയാണ്. ഇവിടെ ഈ ഒരു സംഭവം തുടങ്ങുമ്പോൾ പിശാചിന്റെ ഒരു നേച്ചർ പറയുന്നുണ്ട്, പിശാചിന്റെ ഒരു സ്വഭാവം പറയുന്നുണ്ട്. ഗബ്രിയേൽ അമോർത്തിന്റെ പുസ്തകമൊക്കെ വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. വ്യത്യസ്ത തരത്തിലുള്ള വ്യത്യസ്ത ഗണം പിശാചുക്കളൊക്കെ ഉള്ളതായിട്ട് നമ്മൾ എക്സോർസിസ്റ്റുകൾ പറയുന്നുണ്ട്. ഇവിടെ ഇയാൾ നിശബ്ദനാണ്. നിശബ്ദത ചില നേരങ്ങളിൽ ഒരു പിശാചുബാധയാണ് എന്ന് നമുക്ക് പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുള്ള ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്. അങ്ങനെ തോന്നിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. സംടൈംസ് സൈലൻസ് ഈസ് എ ക്രൈം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതാണ് നിശബ്ദത, മൗനം വിദ്വാനുഭൂഷണം എന്നൊക്കെ പറയും മലയാളത്തിൽ പറയുന്നുണ്ടെങ്കിലും നിശബ്ദത അല്ലെങ്കിൽ മൗനം ഒരു കുറ്റകൃത്യമാണെന്ന് കൂടി നമുക്ക് വായിച്ചെടുക്കാവുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഡിപ്പെൻസ് ഓൺ ദാറ്റ് സിറ്റുവേഷൻ എന്നുള്ള അതായത് സാഹചര്യങ്ങൾക്ക് അതനുസരിച്ച് മാറുന്നുണ്ട് ഈ പറഞ്ഞ രണ്ട് വാക്യങ്ങൾ. പക്ഷെ ചില നേരങ്ങളിൽ നിശബ്ദത ഒരു കുറ്റകൃത്യമാണ്. ഉദാഹരണത്തിന് നമ്മളൊരു തൊഴിൽ സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു സംഘടനയിൽ, സഭയിൽ കുറേയധികം തിന്മകൾ ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. അതിന് സ്വാഭാവികമായി ധാർമ്മിക ഉത്തരവാദിത്വം കൂടുതലുള്ളത് അത് ഇവിടുത്തെ മുതിർന്നവർക്കാണ്, ഇവിടുത്തെ സീനിയേഴ്സിനാണ്. ആ മുതിർന്നവര് അവരുടെ ധാർമ്മിക ഉത്തരവാദിത്തത്തിൽ നിലനിന്നുകൊണ്ട് ഈ തിന്മകൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുകയോ ചോദ്യങ്ങൾ ഉന്നയിക്കുകയോ തിരുത്താൻ ശ്രമിക്കുകയോ ചെയ്യാതെ അവരുടെ ഒരു കംഫർട്ട് സോണിൽ അവരായിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു നിശബ്ദതയുണ്ട്. ഈ നിശബ്ദത ഒരു കുറ്റകൃത്യമാണ്. എന്ത് തന്നെയാണ്, സംഘടനയാകട്ടെ സഭയാകട്ടെ എന്താണെങ്കിലും അതിൻ്റെ സമ്പൂർണ്ണ നാശത്തിന് ഡയറക്റ്റ് തിന്മ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഈക്വൽ വാലിഡിറ്റി ഉള്ള തിന്മയാണ് ഈ നിശബ്ദത പുലർത്തുന്നവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പലപ്പോഴും തിരിച്ചറിയുന്നില്ല. നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ കത്തോലിക്ക സഭയിൽ നമ്മുടെ രൂപതകളിലൊക്കെ ചിലപ്പോൾ വളരെ മോശപ്പെട്ട രീതിയിൽ ചില സാമ്പത്തിക ക്രമക്കേടുകളോ അല്ലെങ്കിൽ ചില തിന്മകളോ ചില വ്യക്തി സ്വാധീനങ്ങളോ അധികാരം കൈയാളലോ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ മോശപ്പെട്ട അഴിമതി നിറഞ്ഞൊരു സാഹചര്യത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് മുതിർന്ന വ്യക്തികൾ അല്ലെങ്കിൽ മുതിർന്ന അൽമായർ അല്ലെങ്കിൽ പുരോഹിതർ ആ സഭയിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നില്ല, അല്ലെങ്കിൽ ഉന്നയിച്ചാൽ അവര് വിമതരായി കണക്കാക്കപ്പെടുന്നു. നമ്മൾ പലപ്പോഴും പല രൂപതകളിലൊക്കെ അത് കാണുന്നുണ്ട്. ഇത് പേടിച്ചിട്ട് അവർ മിണ്ടാതിരിക്കുന്നു. എന്ന് പറയുന്നൊരു കാര്യം, ഈ നിശബ്ദത, അത് സത്യത്തിൽ ഈ പിശാചുബാധയാണ്. ഈ സുവിശേഷം നമ്മൾ വായിക്കുന്ന അവനൊരു ഊമനായ ഒരു പിശാചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു. ഒരു ഊമയായ പിശാച്. അതായത് ആ പിശാച് അവന് കയറിയിരിക്കുന്നതുകൊണ്ട് അവൻ ഊമയായിപ്പോയി. ഇതാണ് നമ്മളിൽ സംഭവിച്ചിരിക്കുന്നത്. സത്യത്തിൽ അതൊരു സ്പിരിച്വലി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതൊരു തരം പിശാചുബാധ തന്നെയാണ്. നിശബ്ദനായിരിക്കും എന്ന് പറയപ്പെടുന്നത് ഒരു പിശാചുബാധയാണ്. ഒരു ഉത്തരവാദിത്തപ്പെട്ടൊരു സ്ഥാനത്തിരുന്നിട്ട് അല്ലെങ്കിൽ മുതിർന്നൊരു അല്ലെങ്കിൽ ഒരു സീനിയോറിറ്റിയിലൊക്കെ ഇരുന്നിട്ട് നമ്മുടെ കംഫർട്ട് സോൺ ചിന്തിച്ചിട്ട് നിശബ്ദത പുലർത്തുന്നുണ്ടെങ്കിൽ അത് പിശാചുബാധ തന്നെയാണ്. അത് എക്സോർസിസം ആവശ്യമായിട്ടുള്ള വസ്തുതയാണ്. കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് ഭൂതോച്ചാരണം നടത്തേണ്ട ആവശ്യമായിട്ടുള്ള വസ്തുതയായിട്ട് മനസ്സിലാക്കേണ്ട സാധിക്കും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ വസ്തുത. നമ്മൾ ഈ ഒരു സുവിശേഷഭാഗത്തിന്റെ സംഭവത്തിലേക്കൊന്നും പോകുന്നില്ല. ആ സംഭവം എന്ന് പറയുമ്പോഴത്തേക്ക് ഈശോ പിശാചിനെ ബഹിഷ്കരിച്ച് കഴിയുമ്പോഴത്തേക്ക് കണ്ടുകൊണ്ടിരുന്നവര് ഈശോയ്ക്കെതിരെ ഒരു കുറ്റം ആരോപിക്കുകയാണ്. പിശാചികളുടെ തലവനായ ബെൽസബൂലിനെ കൊണ്ടാണ് ഈശോ പിശാചിനെ ബഹിഷ്കരിച്ചെന്ന് പറയുന്നത്. ഈ ബെൽസബൂൽ എന്ന് പറയുന്ന ഒരു 9 പിശാചികളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ യഹൂദ പാരമ്പര്യത്തിൽ നിന്നൊക്കെ നമ്മൾ വായിക്കുകയാണെങ്കിൽ അവിടെ ചിലരുടെയൊക്കെ പേര് നമുക്കറിയാം. ലൂസിഫർ, മാമൂൻ, അസ്മേദവൂസ്, അങ്ങനെ ഒരു 9ഓളം പിശാചികളുണ്ട്. പെട്ടെന്ന് നോക്കുന്നില്ല, പക്ഷെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കാണാൻ സാധിക്കും. അപ്പൊ ഇതിലൊരാളാണ് ഈ ബെൽസബൂൽ. ഗ്ലട്ടൻ, ഈ ആർത്തിയുടെ, ഭക്ഷണത്തോട് മാത്രമല്ല പലതിനോടുമുള്ള ആർത്തിയുടെ പിശാചെന്നാണ് ഈ ബെൽസബൂൽ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ അറിയപ്പെടുന്നത്
പിശാച് അറിയപ്പെടുന്നത് ഈച്ചകളുടെ നാഥനാണ്. ഈച്ച മുച്ചുന്ന പോലെ ഇങ്ങനെ വന്ന് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ടുള്ളൊരു സ്പെഷ്യാലിറ്റി ആർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് പിശാച് ചെയ്യുന്നൊരു ഉപദ്രവമായിട്ടാണ് പറയപ്പെടുന്നത്, ആർത്തിയുടെ പിശാച്. ഈ ആർത്തിയുടെ പിശാച് എന്ന പേര് അവിടെ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ് ഒരാളെ ഊമയാക്കി കളയുന്ന പിശാച് എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. എന്നിട്ട് ജനം ആരോപിക്കുന്ന പിശാചിന്റെ പേര് ബേൽസെബൂലാണ്, ആർത്തിയുടെ പിശാച. അപ്പൊ ഇത് തമ്മിൽ ബന്ധമുണ്ട്. ഈ ആർത്തി പൂണ്ടിട്ടാണ് ചിലർ നിശബ്ദത പൂണ്ടിരിക്കുന്നത്, നിശബ്ദതയിലായിരിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ആർത്തി പൂണ്ടുപോയവരോട് നിശബ്ദരായി പോയവരും മനസ്സിലാക്കും. അപ്പൊ ഒരു കണക്ഷൻ അതിനകത്തുണ്ട്. ഈ സുവിശേഷം അവസാനിക്കുന്ന ഈശോ ഇങ്ങനെയാണ്, ഇങ്ങനെയാണ് പിശാചുക്കൾക്കെതിരെ പിശാചിനെ തിരിയുന്നത്. അന്തചിതമുള്ള ഒരു ഭാവനം നിലനിൽക്കാൻ പോകുന്നില്ല, പിശാചിന് നിങ്ങളെക്കാൾ ബുദ്ധിയുണ്ടെന്നുള്ള രീതിയിലാണ് ഈശോ സംസാരിക്കുന്നത്. അതായത് പിശാചിനെതിരെ തിരിയത്തില്ല, അവരെ ബഹിഷ്കരിക്കുന്ന ദൈവം തന്നെയാണ് എന്ന് തെളിയിച്ചുകൊണ്ട് അവസാനം ഈശോ പറയുകയാണ്, എന്നോടുകൂടി ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു. എനിക്ക് എതിരല്ലാത്തവൻ എൻ്റെ പക്ഷത്താണ്, എന്നോട് കൂടെ അല്ലാത്തവൻ എനിക്കെതിരാണ്. എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു, എന്നോട് കൂടെ അല്ലാത്തവൻ ചിതറിച്ച് കളയുന്നു. വൺ ഹു ഡു നോട്ട് ഗ്യാദേഴ്സ് വിത്ത് മീ സ്കാറ്റേഴ്സ് എന്ന് പറയേണ്ടത്, സ്കാറ്റേഴ്സ് ചിതറിച്ച് കളയുന്നു, ചിതറിച്ച് കളയുകയാണ്. അപ്പം സകലതും ചിതറിച്ച് കളയുന്ന തിന്മയുടെ പിശാച്, അതിനെക്കുറിച്ചാണ് നമുക്ക് കാണാൻ സാധിക്കുക. സകലതും ഈശോയോടൊപ്പം ശേഖരിക്കുക, എല്ലാത്തിനെയും ഒന്നിപ്പിച്ച് നിർത്തുക, എല്ലാ ആളുകളെയും ഒന്നിപ്പിച്ച് നിർത്തുക, എല്ലാവരെയും ഈശോയിൽ ഒന്നിപ്പിക്കുക എന്ന് പറയുന്നതിന് പകരം പലതും പറഞ്ഞ് എല്ലാവരെയും ചിതറിച്ച് കളയുക എന്ന് പറയുന്നൊരു രീതി പൈശാചികമാണ്. നമുക്ക് ചില കുടുംബങ്ങളിലൊക്കെയാണ് കാണാൻ സാധിക്കും. ചില കുടുംബങ്ങളിൽ, എനിക്ക് പരിചയമുള്ള 2-3 കുടുംബങ്ങൾ എനിക്കിങ്ങനെ വളരെ ഡയറക്റ്റായിട്ട് അടുപ്പമുള്ള രീതിയിലൊക്കെ പരിചയമുള്ള കുടുംബങ്ങളിൽ ഇങ്ങനെ ചില മുതിർന്നവർ, ചിലപ്പം ചില അമ്മൂമ്മമാരൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അപ്പൂപ്പന്മാരൊക്കെ ആയിരിക്കും, അവരിങ്ങനെ നമ്മൾ ഈ ഇടപെടൽ പലയിടത്തുണ്ട്. ഇപ്പം ഞാൻ പറയുമ്പോഴും ചിലപ്പോൾ റിലേറ്റ് ചെയ്യുന്നതായിരിക്കും, ഇങ്ങനെ ഇന്ന കുടുംബമാണെന്നൊക്കെ ചിന്തിച്ച് കളയും. അങ്ങനെ ചിന്തിക്കണമെന്നില്ല, പക്ഷെ പലപ്പോഴും നമ്മൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലാക്കുള്ളതിന് ഉദാഹരണങ്ങൾ വരും. അവരിങ്ങനെ ഒരു 3 മക്കൾ, 4-5 മക്കളുണ്ടെന്ന് വെച്ചു, പഴയ കാലഘട്ടം 5 മക്കൾ അല്ലെങ്കിൽ 8 മക്കളൊക്കെ ഉള്ള വീടുകളിൽ ഈ മക്കളെ ആരും ഒന്നിച്ച് ജീവിക്കുന്നവർക്ക് ഇഷ്ടമല്ല, ചിതറിച്ചുകൊണ്ടിരിക്കും. അവരിങ്ങനെ പ്രാർത്ഥിച്ച് സ്നേഹിച്ച് ഐക്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നതിന് പകരം ഒരു ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അസൂയ ഉണ്ടാക്കിച്ച് തമ്മിൽ ഉണ്ടാകുന്ന രീതിയിലുള്ള കുത്തിത്തിരിപ്പുകളെല്ലാം ഉണ്ടാക്കി ചിതറിച്ച് കളയുന്നത് കാണാൻ സാധിക്കും. എന്താണ് അതിനകത്തുള്ള നേട്ടമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം ചില സംഘടനകൾ സഭയിൽ അല്ലെങ്കിൽ സമൂഹത്തിലെ സ്ഥാപനത്തിൽ എന്നൊക്കെ പറയുകയാണെങ്കിൽ ചിതറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ചിതറിക്കുന്ന ആൾക്ക് അയാളുടെ കാര്യം നടന്നുപോയിക്കൊണ്ടിരിക്കും. കാര്യം ഇവർ ഒന്നിച്ചാലേ പ്രശ്നം, ഒന്നിക്കാൻ പാടില്ല, ഒന്നിക്കാനോ ചർച്ച ചെയ്യാനോ പ്രതികരിക്കാനോ പാടില്ല, ചിതറിച്ചിട്ടേക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകുന്ന രീതിയിൽ ആ ഒരു അധികാരികൾക്കായിട്ടുള്ള അങ്ങനെ പോകുന്ന രീതികൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ കുടുംബത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തിൽ അങ്ങനെ ആവശ്യങ്ങളൊന്നും ഇല്ല അർത്ഥത്തിൽ, എന്നാലും ചിതറിച്ച് കളയും. അപ്പൊ നമ്മൾ ഓർക്കേണ്ടത്, അങ്ങനെ ചിതറിച്ച് കളയുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് പൈശാചികമാണ്. 2 ടൈപ്പ് പിശാചുക്കളെ കുറിച്ച് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. ഒന്ന് നിശബ്ദതയുടെ പിശാച്. പിന്നെ നമുക്ക് ഈ ആധുനിക കാലഘട്ടമൊക്കെ ബന്ധപ്പെട്ട് പറഞ്ഞു വന്നപ്പോൾ ഓർത്ത് പങ്കുവയ്ക്കുന്നുള്ളത്, ഈ ഫോണിലേക്കൊക്കെ കമിഴ്ന്ന് കിടക്കുന്ന കുടുംബങ്ങളുണ്ടല്ലോ. കുടുംബത്തിൽ ഒരുപാട് മനുഷ്യർ, ഇപ്പം മുതിർന്നവർ, അപ്പനോ അമ്മയോ അപ്പൂപ്പനോ അമ്മൂമ്മയും അല്ലെങ്കിൽ കുഞ്ഞുങ്ങള് ചെറുമക്കൾ ആരാണെന്ന് ശരി, ഇങ്ങനെ ഫോണിനകത്ത് തല കുഴിച്ച് അതിനകത്ത് ഇങ്ങനെ തല മുക്കി വെച്ചേക്കുക. അവർ നിശബ്ദതയിലാണ്. പരസ്പരം സംസാരിക്കുന്നില്ല, പരസ്പരം വേദനകൾ പങ്കുവയ്ക്കുന്നില്ല, പരസ്പരം സന്തോഷങ്ങൾ പങ്കുവയ്ക്കുന്നില്ല, പരസ്പരം ആശങ്കകൾ പങ്കുവയ്ക്കുന്നില്ല. അവരിങ്ങനെ അതിനകത്ത് മുങ്ങിക്കിടക്കുക. അതിനകത്ത് തല പൊക്കി നോക്കുന്ന സമയത്ത് വലിയ കടുത്ത ആശങ്കകളിലും പ്രശ്നങ്ങളിലും അവർ പെട്ടിരിക്കുന്നെങ്കിൽ പിന്നെ അവർക്ക് അതിനകത്തൊരു പോംവഴി കണ്ടെത്താൻ പറ്റാതെ അവർ വലഞ്ഞു പോകുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കാര്യം അതിനകത്ത് മുങ്ങിക്കിടക്കുന്ന ആൾക്കാർക്ക് പരസ്പരം സംസാരിക്കാൻ അവർക്ക് അറിഞ്ഞുകൂടാ, അവർ വിട്ടുപോയി, അവർ മറന്നുപോയത്. ഊമയായ പിശാചിനെ ഈശോ ബഹിഷ്കരിക്കുന്നു പറയുന്നതായിട്ട് റിലേറ്റ് ചെയ്യാവുന്ന, കണക്ട് ചെയ്യാവുന്ന ഒരു ഭാഗം കൂടിയാണിത്. അങ്ങനെ കൂടി നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. നമ്മുടെ വീടുകളിലൊക്കെ ഒരുപക്ഷെ നമ്മൾ തന്നെ ഈ മൊബൈലിനകത്ത് തല മുക്കി വെച്ചേക്കുന്നത് കൊണ്ട് നമ്മൾ ഊമയായി പോകുന്നുണ്ട്. അങ്ങനെ ഊമയാകാതിരിക്കാനുള്ള കൃപയ്ക്കായി കൂടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ.